നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു സാധനമാണ് പൗച്ച്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ കഷ്ടപ്പാടാണ്, പക്ഷേ ഈസിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ട മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. നമുക്ക് 11 ഇഞ്ച് വീതിയിലും 10 ഇഞ്ച് നീളത്തിലും 2 പീസ് തുണി വേണം. അത് നമ്മുടെ വേസ്റ്റ് തുണിയായാലും മതി. അപ്പം ഞാനിവിടെ ഒരു വേസ്റ്റ് തുണി ഉണ്ടായിരുന്നു, തയ്ച്ചതിൻ്റെ ബാലൻസ് കിട്ടിയതാണ്. അപ്പോൾ അത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് തയ്ച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 11 ഇഞ്ച് വീതിയിലും 10 ഇഞ്ച് നീളത്തിലും 2 പീസ് തുണി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ സാധാരണ ചുരിദാറിലൊക്കെ കഴുത്തിനൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിഫ് അതേ അളവിൽ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് ഈ നല്ല തുണിയുമായിട്ട് വെച്ച് അതൊന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയാണ് അയൺ ചെയ്യണമെന്ന് പറയുന്നത്. അയൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് നമുക്കൊരു ലൈനിങ് പീസ് തുണിയും കൂടെ വേണം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിഫും ഇതേ അളവിൽ തന്നെ സ്റ്റിഫും അതിൻ്റെ തുണിയും പിന്നെ ഒരു ലൈനിങ് പീസും, അങ്ങനെ 3 കഷ്ണം തുണി മാത്രം ഉപയോഗിച്ചാണ്. അത് നമ്മുടെ വീട്ടിലുള്ള ഏത് തുണിയും ആകാം. ഏത് തുണി വേണേലും വെച്ച് തയ്ച്ച് നോക്കുക. തയ്ച്ച് പഠിച്ച് കഴിയുമ്പോൾ നല്ല തുണിയുടെ അകത്ത് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് സിബ് വേണം. സിബ് ലോങ് സിബായിരിക്കും നല്ലത്. ലോങ് സിബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് വലിയ സിബില്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ള സിബ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിനകത്ത് തയ്ച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതിന് ഏകദേശം എന്തായാലും വീതി 11 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു സിബിന്, അതുകൊണ്ട് വിഷയമില്ല. അപ്പം ആ സിബ് നമ്മൾ അതിൻ്റെ സൈഡിൽ തന്നെ 11 ഇഞ്ച് എവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയത് അതിലോട്ട് വെച്ച് അത് സ്റ്റിച്ച് ചെയ്യുക. വളരെ പെട്ടെന്നാണ്, എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് തയ്ച്ചിട്ട് ഇതൊന്നിങ്ങനെ വെച്ചിട്ടൊരു പതിച്ചൊരടിയും കൂടെ അടിക്കാം. പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് അടിച്ചേ. പതിച്ചടിക്കേണ്ട കാര്യമില്ലെങ്കിൽ ഒരു പതിച്ചടിക്കും. ഇനി നമ്മളിത് ഇപ്പുറത്തെ വശത്തും ഈ സിബ് വെച്ച് ഈ സൈഡിൽ കൂടെ റെഡി അടിക്കണം. അതിന് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തോട്ട് ഈ ഭാഗത്തോട്ട് വെച്ചടിക്കും. ഇത് 2 വശത്തും തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട്, ഇവിടെയും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. സിബിരിക്കുന്നതാണ് അവിടം വരെ. നമ്മളിതിപ്പോൾ 2 സിബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ അറ്റത്തൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നേരെ പിടിച്ചിട്ട് ചെറിയൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നേരെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കണം. ഈ സെൻറ്റർ ഭാഗം ഈ സിബില്ല, നമ്മൾ പിടിപ്പിച്ച സിബിൻ്റെ നേരെ വരണം. സിബിൻ്റെ നേരെ വരണം. എന്നിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് നമുക്ക് സിബുണ്ട്. ആ സിബ് ഇച്ചിരി ഉള്ളിലോട്ടാക്കണം. ഇച്ചിരി ഉള്ളിലോട്ട് നീക്കിയിട്ട് വേണം അത് ചെയ്യാൻ. എന്നിട്ട് ഈ നേരെ ഈ വന്നേക്കുന്ന വിട്ട് വന്നേക്കുന്ന നേരെ വെച്ച് തയ്ക്കും.
തയ്ച്ച ശേഷം ഇപ്പം 2 വശവും തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മൂലഭാഗം, ഈ 2 സൈഡും ഇല്ലേ, അതിൻ്റെ ഈ ഒരു മൂലഭാഗത്ത് 1 ഇഞ്ച് ഉള്ളിലോട്ട്, 1 ഇഞ്ച് ഉള്ളിലോട്ട്, ഇവിടെ അതുപോലെ തന്നെ 1 ഇഞ്ച്. നമുക്കിവിടെ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടും 1 ഇഞ്ച് ഇങ്ങോട്ടും വരച്ചിടണം. ഒരു ഇഞ്ച് ബോക്സ് പോലെ. അതുപോലെ ഇവിടെ 1 ഇഞ്ച്, ഇതിൻ്റെ 4 ഭാഗത്തും അങ്ങനെ തന്നെ വരച്ചിടണം. 1 ഇഞ്ച് ഇങ്ങനെ, അതുപോലെ ഈ 4 ഭാഗത്തും ഇതേപോലെ ഇതേ കണക്ക് തന്നെ ഇട്ടിട്ട് നമുക്കതങ്ങ് വെട്ടി മാറ്റാം. ഇത് കറക്റ്റായിട്ട് അതിൻ്റെ 1 ഇഞ്ച് അളവിൽ തന്നെ 4 ഭാഗത്തേയും വെക്കാം. ഈ ഭാഗം 4 ഭാഗവും വെട്ടി മാറ്റിയതിന് ശേഷം ഇതുണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ ചേർത്തടിക്കാം. ഇങ്ങനെ നമ്മളിത് ഈ മുറിച്ച ഭാഗം എടുത്തിട്ട് ഇതുമായിട്ട് വെച്ചടിക്കാം. നേരെ വെച്ചടിക്കാം. അപ്പം ഈ വശവും എല്ലാ വശവും ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് തയ്ക്കണം. മനസ്സിലായോ? ഇതിൻ്റെ മൂലഭാഗം കറക്റ്റായിട്ട് വരണം. ഇങ്ങനെ പിടിച്ച് തന്നെ ചേർത്ത് അടിക്കാം. ഇപ്പുറത്തെ ഭാഗം അതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഈ 2 ഭാഗം നമ്മൾ അടിച്ച് ഇനി അടുത്ത ഈ 2 ഭാഗം കൂടെ അടിക്കണം. അതും അതുപോലെ തന്നെ ഇങ്ങനെ നേരെ വെച്ച് പിടിച്ച് ഇനി നമുക്ക് ഈ സിബ് തുറക്കാം. സിബ് തുറന്നു കഴിയുമ്പോൾ എങ്ങനെ ആകുമെന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ. അപ്പം എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇവിടെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും ഇതേപോലെ
പൗച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ പൗച്ച്? കണ്ടോ, ഒരുപാട് വലിപ്പവും ഇല്ല. താങ്ക് യു.